നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താര ജോഡികളിൽ ഒന്നാണ് ദിലീപും കാവ്യമാധവനും. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ഇരുവരും പരസ്പരം തണലായി മുന്നോട്ട് പോവുകയാണ്. നിരന്തരം സിനിമാ പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും ദിലീപിന് പിന്തുണയുമായി കുടുംബം ഒപ്പം തന്നെയുണ്ട്. 2016 ദിലീപ് കാവ്യയ്ക്ക് താലി ചാർത്തിയത്. കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കിയാണ് ദിലീപും കാവ്യമാധവൻ വിവാഹം നടന്നത്. സർപ്രൈസ് ആയിട്ടാണ് ഈ വിവാഹം നടന്നത്. ഇന്നിപ്പോൾ മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പം സന്തോഷകരമായ ഒരു ജീവിതവുമായി ദിലീപും കാവ്യയും മുന്നോട്ട് പോവുകയാണ്. കാവ്യ ബാലതാരമായി വെറുതെ ഒന്ന് മുഖം കാണിച്ച് പൂക്കാലം വരവായി എന്ന സിനിമ മുതൽ കൂടെയുള്ള നടനാണ് ദിലീപ്. അന്ന് കാവ്യ തീരെ ചെറിയ കുട്ടിയായിരുന്നുവെങ്കിൽ ദിലീപ് ഇതേ സിനിമയിലെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അല്പം കൂടി മുതിർന്ന ശേഷം സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ കാവ്യമാധവൻ മലയാള സിനിമയിൽ നായികാവേഷവും ചെയ്തു. ആദ്യ ചിത്രത്തിലും നായകൻ ദിലീപ് തന്നെയായി. ഈ ഭാഗ്യ ജോഡികളെ മുൻനിർത്തി ഹിറ്റായി മാറിയ കുടുംബ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറങ്ങി എന്ന് പറയാം. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ കാവ്യ സിനിമയിൽ വരുമ്പോൾ പുറം ലോകത്തെ അധികം പരിചയമില്ലാത്ത പെൺകുട്ടിയായിരുന്നു. കാവ്യയുടെ ബസ് കുത്താൻ വരുന്നു പോലുള്ള പരാമർശങ്ങൾ സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ തമാശയായി മാറിയിരുന്നു. കാവ്യമാധവൻ അഭിനയിക്കുന്ന സെറ്റുകളിൽ കാവ്യയെ പറ്റിക്കുക എന്നത് ദിലീപും സലൻകുമാറും ഉൾപ്പെടുന്ന താരങ്ങളുടെ പ്രധാന ഒരു വിനോദം തന്നെയായിരുന്നു. ഇതിൽ ചിലതൊക്കെ കാവ്യയും പല അഭിമുഖങ്ങളിലായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദിലീപിന് കാവ്യമാധവനോടുള്ള പ്രണയം അറിയാവുന്ന ചിലരെങ്കിലും സിനിമാ മേഖലയിലും ഉണ്ടായിരുന്നു. ഇരുവരുടെയും വിവാഹമോചനം നടന്ന ശേഷം പ്രണയ ഗോസിപ്പുകൾക്കും കരുത്തേറിയിരുന്നു. ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മുതിർന്ന താരമായ KPC ലളിതയായിരുന്നു. സൗഹൃദത്തിന് പുറമെ മകൾ ശ്രീകുട്ടിയുടെ വിവാഹം നടത്താൻ പ്രതിസന്ധി നേരിട്ടതും KPC ലളിതയെ സഹായിക്കാൻ മുന്നോട്ട് വന്നതും ദിലീപ് തന്നെയായിരുന്നു. ദിലീപ് കാവ്യമാധവൻ വിവാഹം കഴിഞ്ഞ വേളയിൽ KPC ലളിത നൽകിയ ഒരു അഭിമുഖത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ശ്രദ്ധ നേടുന്നുണ്ട്. ദിലീപും കാവ്യമാധവനും തമ്മിലെ ബന്ധം എന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് പറയുകയോ ചെയ്തിട്ടില്ല എന്നാണ് KPC ലളിത പറഞ്ഞത്. കാവ്യയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും കാവ്യ ഇഷ്ടമാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നും KPC ലളിത നിഷേധിക്കുന്നില്ല. കാവ്യ ഒരു പൊട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് KPC ലളിത പറഞ്ഞിരുന്നു. ദിലീപ് പുതിയ ചിത്രം അഥവാ ഭയം ഭക്തി ബഹുമാനത്തിന്റെ പിന്നണി പ്രവർത്തനത്തിലാണ് ഇപ്പോൾ. പുതുവത്സര ദിനത്തിൽ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. ഈ വർഷം റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമ കൂടിയാണ്. കാവ്യമാധവൻ സിനിമയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും തന്റെ വസ്ത്ര ബ്രാൻഡുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. പുതുവർഷത്തിന്റെ ലക്ഷ്യ എന്ന ബ്രാൻഡിന്റെ മോഡലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റുമായി കാവ്യമാധവൻ എത്തിയിരുന്നു. അതും ആരാധകർ ഏറെ ഏറ്റെടുത്ത ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും ഇരു കുടുംബവും ഇപ്പോഴും വളരെ സന്തോഷകരമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആരാധകർ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരു കൈനീട്ടിയാണ് ഈ ഒരു താര കുടുംബത്തെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ ആരാധകരും. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.